നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ നഗരം മുഴുവനും വെള്ളത്തിൽ മുങ്ങി. സ്വരാജ് റൗണ്ട് അടക്കമുള്ള ഭാഗങ്ങൾ പൂർണ്ണമായും വെള്ളത്തിലായി. പലയിടത്തും ഇരുചക്ര വാഹനങ്ങൾ ഒലിച്ചുപോയി. കനാലും വലിയ തോടുകളും കോർപ്പറേഷൻ വൃത്തിയാക്കാത്തതാണ് നഗരത്തെ ഈ ദുരന്തത്തിൽ മുക്കിയത്. നഗരത്തിലെ വഴിയോര കച്ചവടക്കാർക്കും മറ്റ് കടകൾക്കും ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. മാർക്കറ്റുകളിൽ പോലും വെള്ളം കയറി. പ്രളയം വന്നാലും നേരിടാൻ ഒരുങ്ങിയിട്ടുണ്ട് എന്ന കോർപ്പറേഷന്റെയും മേയറുടെയും അവകാശവാദം വെറും തട്ടിപ്പാണെന്ന് ഇതോടെ പൊളിഞ്ഞു വീഴുകയാണ്. ഗുരുവായൂർ ക്ഷേത്രം തെക്കേ നടപ്പുരയിൽ വെള്ളം കയറി. തൃശൂർ കിഴക്കേക്കോട്ടയിൽ ബിഷപ്പ് ഹൗസിന് സമീപം മതില് തകർന്നു വീണു. അശ്വിനി ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ വെള്ളം കയറിയതോടെ പ്രവർത്തനം മുകൾ നിലയിലേക്ക് മാറ്റുകയായിരുന്നു. ആശുപത്രിയുടെ കാഷ്വാലിറ്റിയും ഐസിയുവിലും വെള്ളം കയറി. അങ്ങനെ നിരവധി സ്ഥലങ്ങൾ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ചേറ്റുപുഴ റോഡിൽ ഒരു വലിയ മാവ് കടപുഴകി വീണു. പുലർച്ചെ 4-ന് റോഡിന് കുറുകെ 11 kV ലൈനിന് മുകളിലേക്കാണ് വീണത്. അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും സംഘം 3 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മരം നീക്കം ചെയ്തു. തൃശൂരിന് പിന്നാലെ എറണാകുളം, കോഴിക്കോട് ജില്ലകളിലും വ്യാപക നാശനഷ്ടമുണ്ടായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വാർഡുകളിലും വെള്ളം കയറി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ താഴത്തെ നിലയിലെ വാർഡുകളിലാണ് വെള്ളം കയറിയത്. റൂമുകളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. എന്നാൽ രോഗികളെ മാറ്റേണ്ട സാഹചര്യമില്ല എന്നും ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി. ജില്ലയിലെ 4 കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. പന്തിരങ്കാവ്, കോടൽ, നടക്കാവ് ദേശീയപാത സർവീസ് റോഡ് തകർന്നു. നാദാപുരം തൂണേരിയിൽ കനത്ത മഴ കോളത്തുമുക്ക് റോഡിലേക്ക് ചെങ്കൽ മതിൽ തകർന്നു വീണു. 10 മീറ്റർ പൊക്കത്തിലും 50-ലേറെ മീറ്റർ നീളത്തിലുമുള്ള മതിൽ തകർന്ന് റോഡിൽ പതിക്കുകയായിരുന്നു. ഈ സമയത്ത് റോഡിൽ വാഹനങ്ങൾ ഇല്ലാതെ പോയതിനാൽ അപകടം ഒഴിവായി. കാസർഗോഡ് കുമ്പള പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ സീലിംഗിന്റെ ഒരു ഭാഗം രാത്രി 8:30 അടർന്നു വീഴുകയും ചെയ്തു.